ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് കടലുണ്ടിപ്പുഴയുടെ തീരത്താണ്. നമ്മളിന്നിവിടെ അടിപൊളി ഒരു മച്ചാനെ പരിചയപ്പെട്ടിട്ടുണ്ട്. 2 വർഷം കൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യ കവർ ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് വരാനുള്ള പ്ലാൻ ചെയ്തപ്പോൾ 1.5 വർഷം എടുത്തിട്ട് നമ്മളെ കൊച്ചു കേരളം സഞ്ചരിച്ച് മുക്കും മൂലയും സഞ്ചരിച്ച് യാത്ര ചെയ്യുന്ന ഒരു മച്ചാനെ, അടിപൊളി മച്ചാനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാൻ്റെ യാത്രാ അനുഭവങ്ങളും വിശേഷങ്ങളും എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയാലോ. നമുക്ക് നമ്മളെ യാത്രയിൽ നല്ലൊരു മോട്ടിവേഷനാവും. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലോർ ചെയ്താലോ. ഫോളോ മീ. ഹായ് ബ്രോ. ഹായ് ബ്രോ. ബ്രോനൊന്ന് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തിക്കാണ്. എൻ്റെ പേര് ഷഫീഖ്, ക്യാമ്പിംഗ് മലു എന്നാണ് എന്നെ ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത്. ഒരു യാത്രയിലാണ്, ഒരു ഓൾ കേരള യാത്രയിലാണ്. ഒരു 1.5 വർഷത്തെ യാത്രയാണ്. അതായത് ഇപ്പോൾ 5 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ മലപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. മലപ്പുറം ഏകദേശം ഒരു 95% കഴിഞ്ഞു. കുറച്ച് സ്ഥലം കൂടിയുണ്ട് ബാക്കി. ഇത് കഴിഞ്ഞാൽ പാലക്കാട്, അങ്ങനെ ഓരോ ജില്ലയും കവർ ചെയ്ത് പോവാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതും ഇദ്ദേഹം ഇപ്പോൾ ഒരു യാത്രയിലാണെന്ന് അറിഞ്ഞു, യാത്ര ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞു. 12-നല്ലേ പോകുന്നത്? ഈ മാസം മെയ് 12. അതെ, മൂന്നാർ വെച്ചിട്ട് ഫ്ലാഗ് ഓഫ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പം അത് നമുക്കും ഭയങ്കര ഒരു സന്തോഷമായത് കേട്ടപ്പോൾ. നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. ഞാൻ ഓൾ കേരളയാണ്, അദ്ദേഹം ഓൾ ഇന്ത്യയാണ് പോകുന്നത്. ആൻഡ് ഐ അപ്രീഷിയേറ്റ്. നിങ്ങൾ 1.5 വർഷം അല്ലേ ഓൾ കേരള കവർ ചെയ്യുന്നത്? 1.5 വർഷം എടുത്തിട്ട് ഓൾ കേരള കവർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഏരിയയിൽ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്? സാധാരണ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളൊക്കെ പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് 1.5 വർഷം യാത്ര എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും 1.5 വർഷം എന്ന് ചോദിക്കും. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ വെച്ചിട്ട് 1.5 വർഷം മാത്രം ഇപ്പൊ എന്താ പണക്ക് ഇതിൽ കേരളത്തിൽ കാണാനുള്ള ചോദിക്കും. അവരോടൊക്കെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറയുന്ന ആളുകള് നേരല്ലോ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവരെ നാട് ചിലപ്പോ അവര് സ്വന്തം വീടിന്റെ ചുറ്റുവട്ടം പോലും ശരിക്കും കണ്ടിട്ടില്ലാത്തവരായിരിക്കും. കാരണം ശരിക്കും നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊന്ന് ഇറങ്ങി ഒരു 3-4 കിലോമീറ്റർ പരിധിയിലൊന്ന് സഞ്ചരിച്ചാൽ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഇടനായി കിടക്കുന്ന ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇവരൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ സംഭവമാണ്. നമ്മുടെ ചുറ്റുപാടത്ത് ഉണ്ടാവും, നമ്മൾ ആരും അറിയുന്നില്ല എന്നാണ്. അപ്പം അത് തേടി പോവുക. അത് ഓരോ നാടിലും ഓരോ ഗ്രാമങ്ങളിലും അവരുടെ ഭാഷ, സംസ്കാരം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം കംപ്ലീറ്റ്ലി പഠിക്കുക, അത് ജനങ്ങളെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. വെറുതെ ഒരു ബാഗും തൂക്കി ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല, ശരിക്കും നാട് കാണാൻ ഇറങ്ങിയ ഒരു യാത്രികനാണ് ഞാൻ. അതായത് വെൽ പ്ലാനോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? പ്ലാൻ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഡെസ്റ്റിനേഷൻസ്. നോ പ്ലാൻ നോ ഡെസ്റ്റിനേഷൻ എന്നാണ് ഞാൻ മുന്നേ വെക്കാറ്. പക്ഷെ ഇപ്പൊ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് തിരുവനന്തപുരം എത്താം എന്നുള്ള ഒരു പ്ലാൻ ഉള്ളൂ. അല്ലാതെ അത് എപ്പോൾ പോകണം, എപ്പോൾ എത്തണം എന്നുള്ള ഒരു ടൈമിംഗ് ഇല്ല. എനിക്കൊരു ടൈം പീരീഡ് ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടൈം പീരീഡ് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹറിബിൾ ആവും, പെട്ടെന്നാവുണ്ട്. അതായത് ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ പരപ്പനങ്ങാടി നിന്നല്ലേ പെട്ടെന്ന് പറയുന്നു, ബ്രോ എനിക്ക് ഇത്ര സമയത്ത് എനിക്ക് അടുത്ത സ്ഥലത്ത് എത്തിയേ പറ്റൂ, അവിടെ ഒരാളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പെട്ടെന്ന് ഹറിബിൾ ആയി ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ആവാണ്. സാധാരണ നമ്മളൊരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് യാത്ര പോണ ഒരു ഫീലിങ്സ് ഒഴിവാക്കുക, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും കേരളം കണ്ടിട്ടുള്ളത് അല്ലേ? ഒരു നിശ്ചിത ടൈം എടുത്തിട്ട് പെട്ടെന്ന് പോയി വരിക. അത് കേരളം കണ്ടു, കേരളം എന്നല്ല പൊതുവെ ഒരു സ്ഥലം അങ്ങനെ കണ്ടു എന്ന് പറയാനുള്ള ഒരു ഇപ്പൊ ഞാൻ പറയാം, ഓൾ കേരള ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓൾ കേരള ഹിച്ച് ഹൈക്കിംഗ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുന്ന ആളുകള് ഹിച്ച് ഹൈക്കിംഗ് ആണ്, അതായത് ലിഫ്റ്റ് ചെയ്തിട്ടും നടന്നിട്ടൊക്കെ പോകുന്ന പരിപാടിയാണ്. അപ്പൊ അതില് കൂടുതലും ഞാൻ ഇപ്പൊ യാത്രയിൽ കുറെ ഹിച്ച് ഹൈക്ക് ചെയ്ത് ഓൾ ഇന്ത്യ ഓൾ കേരള പോയ ആളുകളെ പരിചയപ്പെട്ടു. ഓൾ കേരള പോയതൊക്കെ ഏകദേശം 20 ദിവസം കൊണ്ടൊക്കെയാണ്, 1 മാസം കൊണ്ടൊക്കെ ഓൾ കേരള പോയ ആളുകളുണ്ട്. അപ്പൊ ഞാനിവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പോയി ചോദിച്ചപ്പോ സിമ്പിളാണ്. കാസർഗോഡ് നിന്നൊരു ലോറി കയറുന്നു, കണ്ണൂർ എത്തുന്നു, കണ്ണൂരിലെ മെയിൻ 4-3 സ്ഥലങ്ങളൊക്കെ കാണുന്നു, അടുത്ത ലോറി കയറുന്നു, അങ്ങനെ പോയിക്കൊണ്ട് ഒരു 20 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടൊക്കെ ഓൾ കേരള കണ്ട ആളുകളുണ്ട്. അതൊരു യാത്ര തന്നെയാണ്, ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതും ഒരു എക്സ്പീരിയൻസ് യാത്രയാണത്. പക്ഷെ ഞാൻ ഒന്നുകൂടി എഫേർട്ട് ഇട്ടു, കുറച്ചുകൂടി എഫേർട്ട് ആൻഡ് കുറച്ചുകൂടി ഡെഡിക്കേഷൻ കൊടുത്തു ഇതിൽ. അത്രേ ഉള്ളൂ, അതാണ് ഡിഫറൻസ്. അവര് യാത്രികർ തന്നെയാണ്. എനിക്ക് ബ്രോനെ കണ്ട് സ്റ്റാർട്ടപ്പ് തന്നെ പരിചയപ്പെട്ടപ്പോ 1.5 വർഷം കൊണ്ട് കേരള കവർ ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി. കാരണം നമ്മൾ 2 വർഷം കൊണ്ട് ഓൾ ഇന്ത്യ കവർ ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകൾ 2 വർഷം കൊണ്ടോ നീ എന്താ ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചോദിച്ച ആളുകൾ വരെ ഉണ്ട്. 1-2 ദിവസത്തിനല്ലോ എന്നാണ്.
അപ്പൊ നിങ്ങളൊക്കെ 1.5 വർഷം എടുത്ത് കേരളം മാത്രം കവർ ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് അത്രയും അത്ഭുതത്തോടെ നിങ്ങളൊക്കെ കണ്ടത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങള് ഒരു 2 വർഷമല്ലോ, 2 വർഷം പ്ലാനിങ് 3 വർഷമായാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വർഷമായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ബ്രോഡ് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു ഇന്ത്യക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു വിക്കിപീഡിയ മാറും. ഇപ്പൊ ബ്രോഡൊരു കൺസെപ്റ്റ് തന്നെ നമുക്കുള്ളത്. അതായത് ബ്രോഡൊരു മൈൻഡും നമ്മളെ മൈൻഡും, അതായത് നമ്മൾ യാത്രയെ സംബന്ധിച്ചുള്ള മൈൻഡ് ബ്രോ കാൽക്കുലേഷൻ ചെയ്ത് അതേപോലെ തന്നെ ഞങ്ങളും കാൽക്കുലേഷൻ ചെയ്തു. അതായത് കുറഞ്ഞ ടൈം കൊണ്ട് കുറഞ്ഞ ദൂരം കവർ ചെയ്ത് അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു യാത്രയാണ് നമ്മളും പ്ലാൻ ചെയ്തത്. ബ്രോയും അതിലും ഒന്നുകൂടി വികസിച്ചിട്ട് എത്രത്തോളം ചെറിയ ചെറിയ ഏരിയയിൽ എത്തിപ്പെടാൻ പറ്റും അത്രത്തോളം ഏരിയയിൽ എത്തിപ്പെട്ടിട്ടാണ് ബ്രോയുടെ യാത്ര വരുന്നത്. 1.5 വർഷം അതുകൊണ്ടല്ലേ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വർഷം എടുക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്ര ചെയ്തു എന്നുള്ള ഒരു മനസ്സുഖം വരുള്ളൂ അല്ലേ? അതെ, അത് വരും. അത് കുറച്ചുകൂടെ സുഖം. ഞാൻ അതായത് നമ്മുടെ സ്വന്തം കേരളം കാണണം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ ഓൾ ഇന്ത്യ പോകുന്നതിന് മുന്നേയും ഞാൻ ആദ്യം പ്ലാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു 4 രാജ്യം കാണുക എന്നുള്ളതാണ്. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള 4 രാജ്യങ്ങളിലോട്ട് പോവാന്നുള്ളതായിരുന്നു. ഓൾ ഇന്ത്യ കഴിഞ്ഞ് നേരെ അങ്ങനെ പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നു. നേപ്പാൾ, ബംഗ്ലാദേശ്, അങ്ങനെ കുറച്ച് അല്ലേ. പക്ഷെ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് അതായത് നമ്മുടെ കേരളം, അല്ലെങ്കിൽ നമ്മുടെ ജന്മനാട് അല്ലെ, അത് ആദ്യം ശരിക്കും കാണണം, അതിനെ കുറിച്ച് പഠിക്കണം. അതാരും ഇതുവരെ ബ്രോ ചെയ്ത പോലെ ഒരു വീഡിയോ അല്ലെങ്കിൽ ബ്രോ ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, എന്റെ അറിവിലും ഞാൻ ഇല്ല. അങ്ങനെയില്ല. ഇപ്പൊ ഭാവിയിലൊക്കെ കേരളം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബ്രോനെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതിയാവും എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷന്. കാരണം ബ്രോ എല്ലാ മുക്കിലും മൂലയിലും എത്തിയിട്ട് എന്തെല്ലാം കാണാൻ പറ്റുന്നോ അത്രത്തോളം കണ്ട് വീഡിയോ ആസ്വദിച്ച് അത് എൻജോയ് ചെയ്തിട്ടാണ് ബ്രോ യാത്ര വരുന്നത്. ബ്രോ ഇങ്ങനെ 1 രൂപ ചെലവില്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഭയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്? വീട്ടിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ പറയാം. ആദ്യം വീട്ടിലത്തെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വീട്ടുകാർ സപ്പോർട്ടാണ്. ഉമ്മ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഒറ്റ മോനാണ്. അവരുടെ സപ്പോർട്ടാണ് നമ്മളെ മെയിൻ സ്ട്രെങ്ത്. സപ്പോർട്ട് വേണം എല്ലാത്തിനും, അതാണല്ലോ എല്ലാ അർത്ഥത്തിലും നോക്കണല്ലോ. അപ്പൊ അത് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിത്തൗട്ട് മണിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പൊ അത് വിത്തൗട്ട് മണി ഈസ് നോട്ട് എൻ ഈസി ജോബ്. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള യാത്രയാണ്. സ്വാഭാവികമാണ് കുറെ കാര്യങ്ങളില്. വിത്ത് മണി എന്നോട് ഒരുപാട് പണ്ടൊക്കെ കുറെ ആൾക്കാർ പറയും വിത്തൗട്ട് മണി എന്ത് ഭയങ്കര സുഖമല്ലേ എന്ന് പറയും. വിത്തൗട്ട് മണിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചലഞ്ചുകൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് താമസം, ഭക്ഷണം, മെയിൻ ഇമ്പോർട്ടന്റ് ഭക്ഷണം അല്ലേ, അത് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം. അപ്പൊ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മണി എങ്ങനെ കേരളം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 5 മാസമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ എന്റെ ഒരു രീതി പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പോയി ചോദിക്കും കടകളിലും വീടുകളിലും ഒക്കെ, ചേച്ചി ഞാൻ ഫുഡ് വല്ലതും ഉണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ. അപ്പൊ നമ്മൾ മെന്റലി പ്രിപ്പയർ ആവണം, എന്തിനും തയ്യാറാവണം. പക്ഷെ ബ്രോന്റെ ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് ഏക മകനായിട്ടുള്ള ബ്രോ ഇപ്പൊ എത്ര വയസ്സാന്ന് പറഞ്ഞത്? 25 വയസ്സിൽ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിപ്പെട്ട് എന്ന് പറയുമ്പോ നമ്മളൊക്കെ ഒരു സല്യൂട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് തന്നെ തരുന്ന രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടു പോയി. കാരണം എഫേർട്ട് കേട്ടോ, നിങ്ങളൊരൊറ്റ വേൾഡ് പ്ലാനിങ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പ്രവർത്തിക്കാൻ പറ്റുന്നത് പറയുന്ന കാര്യം പ്രവർത്തിക്കുക എന്നുള്ള രീതി ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടാവാം നിങ്ങൾ ഇങ്ങനെ എത്തിപ്പെട്ടത്. ഇതിപ്പോ എത്ര കാലം മുന്നുള്ള പ്ലാനിങ് ആണ് നിങ്ങളെ? അതോ ഒരു പെട്ടെന്ന് ഇടെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നതാണോ, അതോ വെൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ? 2 കാര്യങ്ങളാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, ഇത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, യാത്ര ഒരിക്കലും പ്ലാൻ ചെയ്ത യാത്രകളൊന്നും നടന്നിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്. അതായത് കൂട്ടുകാരെ കൂടെ തന്നെ നമുക്ക് നാളെ പോവാം മറ്റൊന്ന് പോവാന്ന് പറഞ്ഞാൽ നീണ്ടു പെട്ടെന്നുള്ള യാത്രകളായിരിക്കും. പെട്ടെന്ന് അതായത് യാത്ര വേഗം എവിടെയെങ്കിലും എത്തിപ്പെടാന്ന് പറ്റിയാന്ന് പറയാം. അതൊരു കാര്യം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു യാത്രക്ക് നമ്മൾ പ്രിപ്പറേഷൻ എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ എല്ലാത്തോരും ഇറങ്ങുന്ന ആളുകളുണ്ട്, വൃത്തിക്ക് കണ്ടുവരുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ കാര്യമാണ്, വെൻ ഇറ്റ് കംസ് ടു മീ ഞാൻ ആ കാര്യം പറയണത്. അല്ലാണ്ട് അങ്ങനെ അല്ലാതെ യാത്ര ചെയ്യുന്നുണ്ട് ബ്രോ. ഞാൻ എന്റെ ഒരു ഇതാ പറഞ്ഞത്, ഞാൻ മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആയി
ഏകദേശം 8 മാസത്തോളം ഞാൻ ഇതിന്റെ പിന്നിലായിരുന്നു. യാത്രയുടെ ആ ബാക്കും മറ്റു കാര്യങ്ങൾക്കും എന്തൊക്കെ സാധനം കരുതണം, കൊണ്ടുപോകണം, അതിന്റെ പഠനം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ബാക്കി പിന്നെ യാത്രയിൽ നിന്ന് യാത്രക്ക് ഒരു റൂട്ട് മാപ്പ് ഒന്നുമില്ല. ധാരണയുണ്ട് കാസർഗോഡ് കഴിഞ്ഞാൽ ഇന്ന ജില്ലയാണെന്നുള്ളത്, അല്ലാതെ എവിടെ പോകണം ഒരു റൂട്ട് മാപ്പ് നോക്കി പോവില്ലേ. ഇന്ന് നാളെ എവിടെ പോകണമെന്നല്ല, നാളെ എവിടെ പോകുന്ന എനിക്കറിയില്ല. ഞാൻ ലിഫ്റ്റ് കിട്ടുന്ന ചേട്ടൻ എവിടം വരെ പോകണം അവിടെ വരെ പോകും. ബ്രോയുടെ കൺസെപ്റ്റ് പിന്നെ ബ്രോയുടെ ലക്ഷ്യം, യാത്ര കൊണ്ടുള്ളൊരു കറക്റ്റ് ലക്ഷ്യം എന്നുള്ളത് എങ്ങനെയാണ്? ഒരു പ്ലാനിങ്, അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? അപ്പൊ ആ ഒരു ലക്ഷ്യത്തെ കുറിച്ച് ഒന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് രാത്രിയാത്രയില് ഈ സംഭവം എന്താ, എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒറ്റ കാര്യം എനിക്ക് ഇവര് ചോദിക്കാനുള്ളൂ, എന്ത് മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഞാൻ ഇങ്ങനെ ഇപ്പൊ എക്സാമ്പിൾ പറയാ, എന്താണ് ഡു നോട്ട് സ്മോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ പുകവലി വിരോധിതായിട്ട് നമ്മൾ ഇങ്ങനെ ഓൾ ഇന്ത്യ പോകുന്നു, ഓൾ കേരള പോകുന്നു എന്ന് പറയുന്നു. ഞാൻ ഓൾ കേരള ഈ ബോർഡും പിടിച്ച് ഞാൻ ഓൾ കേരള പോയി കഴിഞ്ഞാല് ഇവിടെ ആരും പുകവലിക്കാണ്ടിരിക്കാൻ പോണില്ല. ഞാൻ ഒരാള് ഓൾ കേരള പോയതിന് എന്താ അതിന്റെ അർത്ഥമുള്ള? അത് കമ്പനി ഇറക്കല് നിർത്തിയാൽ തന്നെ അത് അവസാനിക്കുള്ളൂ. പിന്നെ ഇത് വലിക്കുന്ന ആളുകൾ മെന്റലി പ്രിപ്പയർ ആണോ? അല്ലാണ്ട് ഞാൻ സേവ് ട്രീ അല്ലെങ്കിൽ സേവ് ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഓൾ ഇന്ത്യ പോയിട്ട് കാര്യമില്ല. നമ്മള് അത് അതിലിരുന്ന് കാര്യമില്ല. ഞാൻ എന്റെ ഓപ്പൺ പച്ചയ്ക്ക് ഞാൻ പറയും, ഞാൻ എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം നാട് എനിക്ക് ശരിക്കും കാണണം. നമ്മൾ കാണാത്ത കാഴ്ചകൾ എനിക്ക് കാണണം, മറ്റുള്ളവരും കാണിക്കണം, അറിയാത്ത അറിവുകൾ നേടണം. അതിന് വേണ്ടി തന്നെയാണ് യാത്ര. അതാണ് ഇത്രയും ഞാൻ 1.5 വർഷത്തെ എന്നെ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തത്. ബ്രോയുടെ വീഡിയോസ് ഒക്കെ മൊത്തം കാണുമ്പോൾ ബ്രോ ഓരോ വ്യക്തികളെ ഡയറക്റ്റ് കണ്ട് മീറ്റ് അവരിലുള്ള കഴിവുകളെ വളർത്തുന്നത് ഒരുപാട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാൻ അനുഭവിച്ചതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ബ്രോക്ക് തോന്നുന്നത്? ബ്രോ ഇതെല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഞാൻ പഠിച്ചോ നമുക്കറിയാലോ, അതായത് നമ്മുടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാത്രം വളർന്നാ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ആളല്ല. അതുകൊണ്ടാണ് ഒരു കാര്യം, അതായത് കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ബ്രോ ആയാലും യാത്ര ഇഷ്ടപ്പെട്ടു അത്രയും ഡെഡിക്കേറ്റ് ആയി എന്ന് ആലോചിക്കുക, വണ്ടിയുടെ ബാഗത്തെ സീറ്റൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്കറിയുന്ന അറിവുകള് ബ്രോക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് എന്റെ കടമയാണ് അല്ലെ. അപ്പൊ അത് അത്രേ ഉള്ളൂ. അതിൽ ഞാൻ ബ്രോ പോയി വലിയ ആളാവുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എന്റെ കഴിവുകൾ ബ്രോക്ക്, എന്റെ അറിവുകൾ ബ്രോക്ക് പറഞ്ഞു തന്ന അങ്ങനെ അതൊന്നും ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ യാത്രയിൽ നിന്ന് ഞാൻ എത്രയോ ആളുകൾക്ക് ഞാൻ എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഇപ്പൊ ബ്രോക്ക് ചെയ്തു തരുന്ന നേരെയാണ് നമുക്ക് ബ്രോക്ക് ചെയ്തു തരുന്ന നന്മയായിരിക്കും എനിക്ക് എന്റെ യാത്രയിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയി കിട്ടിയിട്ടുണ്ട്. താമസമായിട്ടും ഭക്ഷണമായിട്ടും, മനസ്സിലായോ? അപ്പൊ ഈ പടച്ചോനെ തരുന്നതാണത്. നമ്മൾ കൊടുക്കുന്ന അറിവുകൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ വേറെ വഴി പടച്ചോൻ നമുക്ക് തരും. അത്രേ ഉള്ളൂ. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലുള്ള നീയത്തിൽ നമ്മൾ വിചാരിക്കില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കൂടുതൽ ടൈം എടുത്ത് യാത്ര ചെയ്യുന്നതാണോ, കുറഞ്ഞ ടൈം കൊണ്ട് യാത്ര ഫില്ലപ്പ് ചെയ്യുന്നതാണോ, നമ്മളെ എല്ലാം കൊണ്ടും ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, നമ്മളെ സംതൃപ്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടുകളായിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്, ചെലവുകളായിക്കോട്ടെ? അതായത് നമ്മൾ ഫിനാൻഷ്യലി നിങ്ങൾ വിത്തൗട്ട് മണി അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഫേസ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഓൾ ഇന്ത്യക്ക് പോകുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. എണ്ണ, പെട്രോളൊക്കെ, ഡീസൽ അടിക്കണ്ടേ. നമ്മൾ അതിന് കാലിബർ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ എന്റെ യാത്രയില് 2-3 കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതായത് എനിക്ക് താമസം ഭക്ഷണം തന്ന ആളുകൾക്ക് ഞാൻ പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടൊന്നല്ല, കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ ഞാൻ ഒരു പച്ചക്കറി കടക്കാരാണ് എന്നെ ഒരാഴ്ച നോക്കിയത്. ഞാൻ രാവിലെ കടക്കെ തുറക്കും, കൗണ്ടറിൽ കയറിയിരിക്കും, പച്ചക്കറി എടുത്തു കൊടുക്കും. ബൊലേറോയില് ഡെലിവറിക്ക് പോയിട്ടുണ്ട്. അപ്പോ അത് വിത്തൗട്ട് മണിയാണ്. എനിക്ക് അവർ ക്യാഷ് തരുന്നില്ല, പകരം എനിക്ക് താമസം ഭക്ഷണം തന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാം, ചെറിയ എന്തെങ്കിലും പരിപാടി ചെയ്യാം. അങ്ങനെ തന്നെ ഒരുവിധം ചെക്കിംഗ് ടീം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ക്ലോത്ത് എടുക്കുക, മറിച്ച് വെക്കുക. ഡൗൺ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവിടെ ബിസിനസ് ചെയ്ത് കഴിച്ചില്ലാവുക എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ മലയാളികളില്ലാത്ത നാടിലല്ലോ മലയാളികളിടത്തോളം ബ്രോക്ക് എന്തായാലും സഹായം ഉണ്ടാവും. പിന്നെ മനുഷ്യത്വമുള്ള ആളുകളും ഈ ദുനിയാവിലുണ്ട്, അവർ ഇന്ത്യയിൽ ഉണ്ട്. അവരൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് താമസം തരും, വെള്ളം തരും, ഭക്ഷണം തരും. ആരും ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുന്നല്ലോ.
നിങ്ങളെ ഈ ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു പ്ലാനിങ് നിങ്ങൾ കേട്ടില്ലേ, 2 വർഷത്തെ ഒരു ട്രാവലിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ബ്രോന്റെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് തരാവുന്ന ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും ബ്രോയുടെ ഭാഗത്തുനിന്നുണ്ടോ? നമ്മൾ സ്റ്റാർട്ടപ്പാണ്, എങ്ങനെ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ വരിക എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ നമുക്കൊരു ഞാൻ 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. സോളോ ഇസ് ബെറ്റർ ഒരു കാര്യം, പക്ഷെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത്, സുഹൃത്തുമായിട്ടല്ല. ഫാമിലി ആകുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ പരസ്പരം അറിയുന്ന ഭാര്യ, പൊന്നു മക്കള് അല്ലെ, 2-3 കാര്യങ്ങളാണ്. അതായത് മെയിൻലി യാത്ര ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാണ്ട്. ആ സിറ്റുവേഷനിലൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ കൂടി ആണെങ്കിൽ വിൽ ബി മോർ ബെറ്റർ, ഒരുപാട് ഉപകാരപ്പെടാവും. പിന്നെ കാരണം ചില ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളം വിട്ടാൽ തന്നെ പല ഏരിയകളും ഡേഞ്ചറാണ്, ക്രിമിനലുകളുള്ള പല ഏരിയകളുണ്ട്. ചിലപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടികൾ നിർത്തുക. അപ്പൊ കുറച്ച് വെൽ പ്ലാനിങ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ ഞാൻ പോകുന്ന പോലെ നോ പ്ലാൻ നോ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ പോകാൻ നിൽക്കരുത്. ബ്രോ ഐ തിങ്ക് ബ്രോക്ക് ഒരു പ്ലാൻ ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആശാ അത് അടിപൊളിയാണ്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ യാത്ര ചെയ്ത ആളുകൾ, ഓൾ ഇന്ത്യ പോയ ആളുകളുടെ എക്സ്പീരിയൻസിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരാളെ അധികം നന്മാൻ കഴിയില്ല. അതായത് ഇപ്പൊ ബ്രോ ചെയ്യുന്നത് ഇവിടെ എല്ലാരും വിശ്വസിച്ച് അവരെ കൂടെ പോകുന്നു, സംസാരിക്കുന്നു, ഇടപഴകുന്നു, അവര് കാണിച്ചു തരുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു, വിഷ്വലെടുക്കുന്നു. ഇതൊന്നും നമ്മൾ പുറത്തു പോയാൽ ചെയ്യാൻ ഒരിക്കലും നല്ലവരുണ്ടാവും, പക്ഷെ നമുക്ക് ഒരാളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഏത് മനുഷ്യനാണ്, ഏത് കാറ്റഗറി ആണെന്നുള്ളത്. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം, നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ അടിച്ചു പോകും, നമ്മുടെ സംഭവങ്ങളും വൈഫൊക്കെ ഉള്ളതാണ്, എല്ലാം നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ അടിച്ചോണ്ട് പോകും, എല്ലാം അടിച്ചോണ്ട് പോകും. അപ്പൊ അതൊക്കെ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്താ പറയാ, മെന്റലി ഒന്ന് പ്രിപ്പയർ ആവണം, ഫിസിക്കലി പ്രിപ്പയർ ആവാൻ പറ്റിയെങ്കിൽ ഒന്ന് പ്രിപ്പയർ ആവണം. ശരിക്കും അത് ഞാൻ വെറുതെ പറയല്ല, ഫിസിക്കലി പ്രിപ്പയർ ആവണം എന്നുള്ളത്. അടിച്ചിടാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ സെറ്റല്ലേ ബ്രോ? നമ്മള് നാളെ വേറെ വീട്ടില് കണ്ടിരുന്ന മറ്റേ കുൻഫും കാരാട്ടൊക്കെ പഠിപ്പിക്കണ ഒരു പയ്യനെ മറ്റേ പുറം രാജ്യത്ത് പോയിട്ട് അവിടുന്ന് ആക്രമിച്ച്, പക്ഷെ ഇപ്പം ലോക്കിട്ട് പിടിച്ച്, പിന്നെ ലോക്കിങ് എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നെ അതിനെ കുറിച്ച് പഠിപ്പിക്കണതൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് അത്രയും നല്ല സെൽഫിന് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണം. പിന്നെ എല്ലാവരും പറയുന്നത് രാത്രിയിലുള്ള യാത്ര രാത്രിയുള്ള യാത്ര. പിന്നെ അത് കറക്റ്റാ. ഞാൻ എന്റെ യാത്രയിൽ ഇപ്പൊ ഞാൻ 5 മണി ആകുമ്പോഴത്തേനും ഞാൻ ഏതെങ്കിലും ഒരു പമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോളോവേഴ്സിന് വീട്ടിൽ എവിടെയെങ്കിലും ഞാൻ ആൾട്ടാവും. ബ്രോയുടെ ഒരു കാഴ്ചപ്പാടില്ല, ഇപ്പൊ ബ്രോ എടുത്ത ഒരു ഫോളോ അപ്പ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാറ്റസിലൂടെ അല്ലെങ്കിൽ സ്റ്റോറിയിലൂടെ കേട്ടിട്ട് മറ്റുള്ള ആളുകളോട് ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ താമസം കിട്ടുമോ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്റ്റേ ചെയ്യാൻ എവിടെയെങ്കിലും സൗകര്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന സമീപനം ഉണ്ടല്ലോ. അത് നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കാൻ കഴിയുമോ? എടുക്കാൻ കഴിയും. അതായത് പുറത്ത് മലയാളീസ് ഒക്കെ ഉണ്ട്, കേരളത്തിൽ ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മലയാളികളാടോ എന്തുണ്ടെങ്കിലും എനിക്ക് എന്റെ വീട്ടിലേക്ക് വിളിക്കാം. മറ്റുള്ള പുറമെ രാജ്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് എന്തായാലും ബ്രോ സ്റ്റാറ്റസും സ്റ്റോറി ഇടണം, അത് ചോദിച്ചേ പറ്റൂ. അത് ഏറ്റവും വലിയൊരു ഗുണമാണ്. കാരണം എന്നാലേ നിങ്ങൾ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാ, ഇന്ന സ്ഥലത്ത് മലയാളികൾ ഉണ്ടാവും. രാവിലെ തന്നെ ഇപ്പൊ ഏകദേശം സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോ തന്നെ ഏകദേശം രാവിലെ തന്നെ നമുക്ക് ആ ഏരിയ ഏകദേശം പറയാൻ കഴിയുമല്ലോ അല്ലെ. കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സ്റ്റോറിയാണ് എല്ലാവരും നോക്കുക. സ്റ്റോറി ഈസ് മീൻ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ആണ്, നമ്മുടെ ടൈമിംഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സമയവും ഉണ്ടാവും, മണിക്കൂറും ഉണ്ടാവും. ചിലപ്പോ ഒരു 5 മിനിറ്റ് മുന്നേ അപ്ഡേറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ആ ലൊക്കേഷനിലുണ്ട് അല്ലെ. പിന്നെ ഏകദേശം നമ്മളൊക്കെ കാഴ്ചപ്പാടിൽ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള യാത്ര എന്ന് നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ. അപ്പൊ ബ്രോ നമ്മളെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് 2 ദിവസം കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളും നമ്മളന്ന് സെറ്റാക്കി തന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം ഇപ്പൊ ബ്രോ ഉള്ളതുകൊണ്ട് തന്നെ കുറെ കുറെ മണിക്കൂറുകളും ദിവസങ്ങളുടെയും എടുക്കുന്ന കാര്യങ്ങൾ കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മള് നാടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. അതിലുപരി എനിക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ബ്രോ ഉള്ളത് കൊണ്ട് 2 വർഷം കൊണ്ട് ഞാൻ ചിന്തിച്ച് റെഡി ആക്കേണ്ട ഓരോ കാഴ്ചപ്പാടും എൻ്റെ അതേ കൺസെപ്റ്റില് എൻ്റെ ട്രാക്കിലുള്ള ഒരാളെ കൂടെ കിട്ടിയിട്ട് അവരിൽ നിന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കിട്ടിയതിൽ
ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ബിഗിനറാണ്, സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ കുറേ പഠിക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങളെ കൂടെ നിന്ന് പഠിച്ചെന്നുള്ളതാണ്. അതിന് ബ്രോന്റെ ഒരു തുറന്ന മനസ്സാണ് നമുക്ക് അതിനുള്ള സപ്പോർട്ടിങ്. ഒരുപാട് നന്ദിട്ട്, ഒരുപാട്. പിന്നെ പറയാനുള്ളത്, ബ്രോന്റെ കൂടെ ഇപ്പൊ രണ്ട് ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തപ്പോ തന്നെ ഒരുപാട് ആളുകളെ ബ്രോ മീറ്റ് ചെയ്ത് അവരെങ്കിലൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ മാക്സിമം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി ബ്രോക്ക് ഉണ്ട്. എല്ലാരും മീറ്റ് ചെയ്ത് അവരിൽ എന്തെങ്കിലും കഴിവുണ്ടോ അത് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ബ്രോ. അതൊക്കെ ബ്രോന്റെ ഒരു പ്രത്യേക കഴിവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കലയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കഴിവുള്ളവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോ ബ്രോന്റെ ഈ ഒരു സപ്പോർട്ടിന് എന്റെ ഭാഗത്ത് നിന്ന് ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ പറയാണ്. താങ്ക് യു ബ്രോ. എന്തായാലും നിങ്ങളുടെ യാത്ര, ഓൾ ഇന്ത്യ യാത്ര, ആ നീയത്തിലിറങ്ങുക എപ്പോഴും. ഞാന് പിന്നെ രണ്ടാമതായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഇബാദത്ത്, പടച്ചോനോടുള്ള ഇബാദത്ത്, നിസ്കാരാണെങ്കിലും പരമാവധി കലാവ് ഇട്ടിട്ടാണെങ്കിലും മുന്തിക്കലോ ബിന്ദിക്കലാണെങ്കിലും ജമ്മു കാസറാണെങ്കിൽ അങ്ങനെ അത് മെയിൻലി ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ സ്മൂത്തായി പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ചിലപ്പോൾ സർവീസ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഏതെങ്കിലും ടൈമിൽ നമ്മൾ കവറപ്പ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഒന്നും കറക്റ്റ് ടൈമിൽ നടന്നു വരില്ല. യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചിന്തകളില്ലല്ലോ നമുക്ക്. നമുക്ക് വേണ്ടത് ഈ ഭാഗത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ യാത്ര എന്നുള്ളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിന്റെ ഇടയിൽ ഈ ഷെഡ്യൂൾ വന്നാൽ മതി അല്ലേ ബ്രോ? തന്നെ ഞാൻ ബ്രോ ഈ ഓൾ ഇന്ത്യ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ ബ്രോ ഒരു വിക്കിപീഡിയ ആവും. അത്ര അറിവുകൾ നേടിയിട്ടാ ബ്രോ വരും. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പടച്ചോൻ ഹൈറാക്കട്ടെ. സപ്പോർട്ട് നമ്മളെ ജീവിതകാലം മൊത്തം ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഇവിടെ ഒരു പുതിയ സുഹൃത്ത് ബന്ധം തുടങ്ങി, ഇനി ഞങ്ങളുടെ അവസാനം. ഇന്നിപ്പോ നാളെ എനിക്ക് യാത്ര ചെയ്തു പോണം, അല്ലാണ്ട് ബന്ധം അവിടെ അല്ലേ. എന്തായാലും എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവിധ സപ്പോർട്ടും എന്റെ ക്യാമ്പിംഗ് മാനുവിന്റെ ഭാഗത്ത് ഞാൻ തരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വലിയ 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 ഉയരങ്ങളിൽ എത്തട്ടെ. ഉയരങ്ങളിൽ എത്തിയിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാനുള്ള അവസരം തരണം. ഇൻഷാ അല്ലാഹ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഗ്രേറ്റ് ഫ്യൂച്ചർ ആൻഡ് നിങ്ങളുടെ വ്ളോഗിനും ഓൾ ഇന്ത്യ ട്രിപ്പ് പടച്ചോൻ ഹൈറാക്കി തരണം. താങ്ക് യു സോ മച്ച്.